നമസ്കാരം. 2002 മാർച്ച് 3 ബൽക്കീസ് യാക്കൂബ് റസൽ എന്ന 21-കാരിയുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ച ദിവസമാണ്. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ മതാന്ധത ബാധിച്ച വർഗീയ കൂട്ടങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ പ്രാണരക്ഷാർത്ഥം വീട്ടിൽ നിന്ന് പലായനം ചെയ്തതായിരുന്നു അവർ. പക്ഷേ രക്ഷയുണ്ടായില്ല. 5 മാസം ഗർഭിണിയായിരുന്ന ബൽക്കീസിന്റെ മുന്നിൽ വെച്ച് 3 വയസ്സുകാരിയായ മകളെ കരിങ്കല്ലിൽ ഇടിച്ചു കൊന്നു. സ്വന്തക്കാരായ 7 പേരെ അരുംകൊല ചെയ്തു. അന്നവിടെ ആകെ വീണത് 3 കുഞ്ഞുങ്ങളുടേതടക്കം 14 ജീവനുകൾ. നിർദ്ദയം കൂട്ടബലാത്സംഗത്തിനിരയായത് ബൽക്കീസ് അടക്കം 3 സ്ത്രീകൾ. മരണത്തെ അതിജീവിച്ച ബൽക്കീസ് ഓടിയെത്തിയത് പോലീസിന് മുന്നിലാണ്. അവിടെ അവർ അട്ടിയോടിക്കപ്പെട്ടു. എന്നിട്ടും പതറാതെ ഇടറാതെ പോരാടി തന്റെ അയൽവാസികൾ കൂടിയായ 11 കുറ്റവാളികൾക്ക് അവർ ശിക്ഷ വാങ്ങിക്കൊടുത്തു. 2 പതിറ്റാണ്ടിനിപ്പുറം സ്വാതന്ത്ര്യദിനത്തിൽ ഈ 11 പ്രതികളും ജയിൽ മോചിതരാകുന്നതും പൂച്ചെണ്ടും പൂമാലകളുമായി സ്വീകരിക്കപ്പെടുന്നതും കണ്ട് രാജ്യം തലകുനിച്ചു. ശിശുഹത്യയും കൂട്ടബലാത്സംഗവും നടത്തിയ നീചന്മാർ ശിക്ഷാ ഇളവിന് യോഗ്യരാണ് എന്ന ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം ഒടുവിൽ സുപ്രീം കോടതി തിരുത്തിയിരിക്കുന്നു. നീതിബോധമുള്ള, നിയമവാഴ്ചയിൽ വിശ്വാസമുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ ദിവസം ആശ്വസിച്ച് ഒന്ന് നിശ്വസിക്കാം. ഇന്ത്യ എന്ന പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. നീതി പുലർന്നോ? ഗുജറാത്ത് മോഡൽ നിയമവാഴ്ചയ്ക്ക് തിരിച്ചടിയേറ്റോ? സ്വയം തിരുത്തിയോ സുപ്രീം കോടതി? പ്രതികളെ ഇനിയും പിന്തുണയ്ക്കുമോ BJP? ഈ ചർച്ചയിൽ ശ്രീ ഷാബു പ്രസാദ്, വലത് നിരീക്ഷകൻ, ശ്രീ രാഹുൽ ഈശ്വർ, വലത് നിരീക്ഷകൻ ശ്രീ KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ ശ്രീ രാജു P. നായർ, കോൺഗ്രസ് ശ്രീ K. അനിൽകുമാർ, CPM എന്നിവർ. ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ച. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ഷാബു പ്രസാദ്. ശിക്ഷാ ഇളവ് കൊടുത്ത് ജയിൽ മോചിതരാക്കിയ പ്രതികൾക്ക് വീണ്ടും ജയിൽവാസം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് BV നാഗരത്ന എഴുതിയ വിധി അതിനിശ്ചിതമായ വിമർശനം ഗുജറാത്ത് സർക്കാരിന് നേരെ ഉന്നയിക്കുന്നുണ്ട്. ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു, അധികാര ദുർവിനിയോഗം നടത്തി. ഇത് കോടതി ഉത്തരവിനെ മറയാക്കി റൂൾ ഓഫ് ലോയെ മറികടക്കുന്നതിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. ഗുജറാത്ത് സർക്കാർ ഉത്തരം പറയേണ്ട വിഷയമല്ലേ ഇത്? അഭിലാഷ്, ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ വേറൊരു ചർച്ച കഴിഞ്ഞാണ് ഞാനിപ്പോൾ വരുന്നത്. അതിൽ ശ്രീ ബഹുമാന്യ KJ ജേക്കബ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഈ വിധിയോടുകൂടി, ഇപ്പോൾ ഇന്നത്തെ ഈ വിധിയോടുകൂടി ഈ രാജ്യത്ത് വലിയ ഒരു പ്രതീക്ഷ പുലർന്നിരിക്കുകയാണ്. ഇത്രയും നാൾ ഇവിടെ നീതിയൊക്കെ നിഷേധിക്കപ്പെട്ട സുപ്രീം കോടതി, നമ്മുടെ നീതിപീഠമടക്കം യഥാർത്ഥ നീതി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതൊരു വലിയ പ്രകാശമാണ് എന്നുള്ള ആ ഒരു നറേഷനിലാണ് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ നീതിപീഠത്തിന് എല്ലാവരും കൂടി ഇന്ന് ഒരു ശാപമോക്ഷം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇനി മറ്റൊരു ഈ ബിൽക്കിസ് ബാനു കേസിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രാജ്യം കണ്ട ഏറ്റവും വളരെ ക്രൂരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ക്രൈമാണ് അവിടെ നടന്നത്. അതിലെ പ്രതികൾക്ക്, കോടതി കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് 100% അർഹമായ ശിക്ഷ ലഭിച്ചിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എനിക്കും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവർക്ക് ജീവപര്യന്തം തടവാണ് ലഭിച്ചത്. ആ ജീവപര്യന്തം ഏതാണ്ട് 20 വർഷത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും അനുവദിക്കപ്പെട്ട രീതിയിൽ കൂടെ തന്നെയാണ് അവർ കോടതിയെയും സർക്കാരിനെയും സമീപിച്ചതും അവർ ജയിൽ മോചിതരായതും. ഇവിടെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആരും തന്നെ ജീവിതകാലം മുഴുവനും തടവിൽ കിടന്ന ചരിത്രം നമുക്കില്ല. നമ്മുടെ മുമ്പിൽ എൻ്റെ അറിവിലില്ല. ഷാബു പ്രസാദ്, ശിക്ഷ ഇളവ് കൊടുക്കുന്ന ചരിത്രമുണ്ട്. ശിക്ഷ ഇളവ് ചില ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്ത ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ 2014 ഗുജറാത്തിലെ BJP സർക്കാർ തന്നെ, BJP സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയം തന്നെ ഈ ശിക്ഷാ ഇളവിൻ്റെ കാര്യത്തിൽ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോളിസിയുമായി ബന്ധപ്പെട്ട ആ പോളിസി പറയുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ആ പോളിസി പറയുന്നു, CBI കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അതിനിശ്ചിതമായ, അതായത് 2-ലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള, 2-ലധികം കൊല്ലപ്പെട്ടിട്ടുള്ള കൂട്ടക്കൊലകളിലും കൂട്ടബലാത്സംഗങ്ങളിലും പങ്കാളികളായവർ തുടങ്ങിയ ആളുകൾക്ക് ഈ ശിക്ഷാ ഇളവ് നൽകില്ല എന്നുള്ളത് ഗുജറാത്ത് സർക്കാരിൻ്റെ തന്നെ പോളിസിയായിരുന്നു. അപ്പോൾ ഈ 11 BJP-കാരായ പ്രതികൾക്ക് വേണ്ടി ഈ പറയുന്ന പോളിസി മാറുന്നു. ഇവിടെ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അവർക്ക് സ്വീകരണങ്ങൾ ഉണ്ടാവുന്നു. ആ സ്വീകരണം അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ന്യായീകരിക്കുന്നു. അങ്ങനെ ഇത്രയും നൃശംസമായ, ഇത്രയും നിഷ്ഠൂരമായ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് ഒരു സ്റ്റേറ്റിന്റെ പിന്തുണ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുത.
അഭിലാഷേ, ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്ത് സർക്കാരിൻ്റെ ആ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു. സുപ്രീം കോടതി അത് തിരുത്തി. അതായത് ഇവിടെ നീതിപീഠം എന്ന് പറയുന്നൊരു സാധനം ഉള്ളത് ഇവിടെ ഭരണകൂടങ്ങൾക്ക് മേൽ ഭരണകൂടങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്ന ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഇവിടെ നീതിപീഠമുള്ളത്. അതുകൊണ്ട് തന്നെ ആ നീതിപീഠത്തിൻ്റെ തീരുമാനം എന്തു തന്നെയായാലും അതിനെ സർവാത്മന അംഗീകരിക്കുക എന്നുള്ളതാണ് പൗരധർമ്മം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അഭിലാഷേ, ഇപ്പം ഞാൻ BJP വക്താവല്ല, BJPയുടെ കാര്യങ്ങൾ പറയാൻ എനിക്ക് അവകാശവുമില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാം. ഈ BJPയുടെയോ അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാരിൻ്റെയോ നിലപാടിന് വിരുദ്ധമായ ഒരു വിധി വന്നു എന്നുള്ളത് കൊണ്ട് ആരും ജസ്റ്റിസ് നഗർവാലയെ നാഗരത്നയെ പ്രതീകാത്മകമായി നാട് കടത്താൻ പോകുന്നില്ല. ബൂർഷ്വാ കോടതി തുലയട്ടെ എന്ന് പറയാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് നീതി അസ്തമിച്ചു എന്ന് പറയാൻ പോകുന്നില്ല. ഇവിടെ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. കോടതി വിധി അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി എപ്പോഴും എല്ലാ കോടതി വിധികളും നമ്മുടെ നിലപാടുകൾക്ക് അനുകൂലമായി കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ പ്രതികൂലമായി വന്നാലും അനുകൂലമായി വന്നാലും അതിനെ സർവാത്മന അംഗീകരിക്കുക. കോടതി രാജ്യത്തിന്റെ സുപ്രീം കോടതിയോട് വിധി പറഞ്ഞാൽ മാത്രം അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു ഔദാര്യമല്ലല്ലോ. സുപ്രീം കോടതി വിധി പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. ഇവിടെ സുപ്രീം കോടതിയുടെ കണ്ടെത്തലുകളാണ് ശ്രീ ഷാബു പ്രസാദ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത്. സുപ്രീം കോടതി ഈ കാര്യത്തിൽ പ്രതികൾക്കൊപ്പമായ സമീപനം സർക്കാർ ഒരു സ്റ്റേറ്റ് സ്വീകരിച്ചു എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ കാര്യമാണ്. നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോടതി അങ്ങ് ഇരുണ്ട് പാതാളത്തിലേക്ക് പോയി. ഇപ്പോൾ കോടതി വളരെ നല്ല കോടതി, ന്യായയുക്തമായ കോടതി. എനിക്ക് തോന്നുന്നു കേൾവി സംവിധാനത്തിൽ എന്തോ പ്രശ്നമുണ്ട്. കേൾക്കാമോ? ഞാൻ പറയുന്നത് അങ്ങേക്ക് കേൾക്കാമോ? നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ചരിത്രങ്ങളുണ്ട്. ഈ കേരളത്തിനെ ഞെട്ടിച്ച ഏറ്റവും കേൾക്കാമോ? ഇല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാനത് പരിഹരിച്ചതിന് ശേഷം മടങ്ങിയെത്താം. ശ്രീ KJ ജേക്കബ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിധി എന്ന് പറയേണ്ടി വരും. കാരണം മെയ് 13, 2022 അജയ് റസ്തഗിയും വിക്രംനാഥും അംഗങ്ങളായിരുന്ന സുപ്രീം കോടതി ബഞ്ചാണ് ഇക്കാര്യത്തിൽ റെമിഷൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന നടത്താൻ സർക്കാരിനോട് നിർദ്ദേശിച്ചത്. അതിനു മുൻപ് ഗുജറാത്ത് ഹൈക്കോടതി ഈ ആവശ്യം നിരാകരിച്ചിരുന്നു. ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിലല്ല ഈ കാര്യമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഗുജറാത്താണ് ഇത് പരിശോധിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടതെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഈ പ്രതികളുടെ മോചനവും തുടർന്നുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ തിരുത്തലാണ്. ആ അർത്ഥത്തിൽ കൂടി കാണേണ്ട ഈ വിഷയത്തെ. തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയുടെ വിധിയുടെ തുടക്കം തുടങ്ങി അവസാനം വരെ ആ തിരുത്തലിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. കോടതി അതങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ടോൺ മുഴുവൻ അതാണ്. അതായത് സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരവ് വാങ്ങിയെന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കാനിരിക്കുന്ന ആളല്ലല്ലോ. ക്രിമിനൽ നടപടിച്ചട്ടം വളരെ കൃത്യമല്ലേ. അത് ഇത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ വിധികളുണ്ട്. എവിടെയാണോ ട്രയൽ നടന്നത് അത് തന്നെയാണ് എന്ന്. അത് സുപ്രീം കോടതിക്ക് അറിയാത്തത് കൊണ്ടല്ല. അതിൻ്റെ റിവ്യൂ പെറ്റീഷനും തള്ളിയത് സുപ്രീം കോടതി തന്നെയാണ്. ഇപ്പം അങ്ങനെ സുപ്രീം കോടതിക്ക് അറിയാത്തതല്ല ഇത് ട്രയൽ നടന്നത് മഹാരാഷ്ട്രയിലാണ് എന്നും. അപ്പോൾ ഇതിൽ സുപ്രീം കോടതിയുടെ ശരിക്കുള്ള നേരത്തെ ഉള്ള ബെഞ്ചിൻ്റെ വിധി തെറ്റാണ് എന്ന് തന്നെയാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ഈ ഒരു ടെക്നിക്കൽ കേസിൽ മാത്രമല്ല ഈ ജസ്റ്റിസ് നാഗരത്നയുടെ വിധി ഹിഞ്ച് ചെയ്ത് അത് ബേസ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലായിട്ടുള്ള വിഷയം എന്നുള്ളത് മഹാരാഷ്ട്ര സർക്കാരാണ് ഈ കേസിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് ടെക്നിക്കലായിട്ടുള്ള വിഷയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല, അതുകൊണ്ട് ആ തീരുമാനം തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ ജയിലിലേക്ക് പോകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കം മുതൽ, ഈ ജഡ്ജ്മെൻറ്റിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൽ നടന്നിരിക്കുന്ന മര്യാദകേടുകൾ, അനീതികൾ, അതിൽ സർക്കാരുകൾ കാണിച്ചതിൻ്റെ തിടുക്കങ്ങൾ, അതൊക്കെ 1, 2, 3 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വാദിഭാഗത്തിൻ്റെ വാദങ്ങളും കോടതി കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്നുള്ളത് എത്ര പെട്ടെന്നാണ് കേന്ദ്ര സർക്കാർ റെമിഷൻ തീരുമാനം, ആകെ 4 ദിവസമോ 4 ദിവസമേ എടുത്തുള്ളൂ ഈ റെമിഷൻ തീരുമാനത്തിന് അനുകൂലമായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്താണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ കാണിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കൂടി
കൊടുക്കത്തക്ക വിധത്തിലാണ് ഈ ജഡ്ജ്മെൻറ്റ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് 2022 സുപ്രീം കോടതി ജഡ്ജി ആ ജഡ്ജ്മെൻറ്റ് തിരുത്തുക മാത്രമല്ല, അത് മാത്രമല്ല അത് എങ്ങനെയാണ് ഈ പ്രതികൾക്ക് അനുകൂലമായിട്ട് ഗുജറാത്ത് സർക്കാർ എങ്ങനെയാണ് അവർക്കൊപ്പം കൊള്ളിവിടി ചെയ്തത് എന്നുകൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ജസ്റ്റിസ് നാഗര ഈ കോടതി ഉത്തരവിൽ. അതുകൊണ്ട് അതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ രാഹുൽ ഈശ്വർ, മനുഷ്യ ചരിത്രത്തിലെ തന്നെ നൃശംസമായ, നിഷ്ഠൂരമായ, ഹീനമായ ഒരു കുറ്റകൃത്യമാണ് നടന്നത്. അപ്പോൾ ആ കുറ്റകൃത്യത്തിലെ പ്രതികൾ 15 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം അവർ മോചിതരാകുന്നു എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ ആ മോചനം ശരിയല്ല എന്നിപ്പോൾ സുപ്രീം കോടതി കാണുന്നു എന്നുള്ളതിനപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നിയത് സുപ്രീം കോടതി തന്നെ പറയുന്നു ഗുജറാത്ത് ഗവൺമെൻറ് ആക്ടഡ് ഇൻ കോംപ്ലിസിറ്റി വിത്ത് ദ കോൺവിക്ട്സ് എന്ന്. ഇത്രയും ഹീനമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളോടൊത്ത്, അല്ലെങ്കിൽ പ്രതികൾക്ക് സഹായകരമായ വിധത്തിൽ ഒരു ഭരണകൂടം പ്രവർത്തിക്കുക എന്ന അതിഗുരുതരമായ കാര്യം കൂടി അടയാളപ്പെടുത്തി വെച്ച ഒരു വിധി എന്ന പ്രത്യേകത ഇന്ത്യയുടെ നിയമന്യായ ചരിത്രത്തിൽ ഈ വിധിക്കില്ലേ? ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ വളരെയധികം ആവേശവും പ്രതീക്ഷയും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു വിധിയാണ്. വളരെ ബോൾഡായ വിധിയാണ്. ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായ കേസുകളിലൊന്നാണ്. അങ്ങ് ശരിയായ ഇന്ത്യയുടെ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ മോശമായ കേസുകളിലൊന്നാണ്. മുമ്പ് 7 വയസ്സുകാരിയായ ആസിഫയെ ബലാത്സംഗം ചെയ്തതുപോലെ, കാശ്മീരി പണ്ഡിറ്റായിരുന്ന ഗിരിജ ടിക്കുവിനെ ബലാത്സംഗം ചെയ്ത് കൊന്നതുപോലെ ബിൽക്കിസ് ബാനുവും നമ്മുടെ എല്ലാ മനസ്സിൽ വേദനയും നോവുമാണ്. പലപ്പോഴും നമ്മൾ പുരുഷന്മാർ നീതിക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ മടിക്കുമ്പോൾ സ്ത്രീകളാണ് ഇത്തരം കാര്യങ്ങളിൽ നീതിക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതും വളരെ സ്തുത്യർഹമായ കാര്യമാണ്. ശബരിമല കേസിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയാണെങ്കിലും ഈ കേസിൽ ജസ്റ്റിസ് നാഗരത്നയാണെങ്കിലും ഒക്കെ വളരെ ശക്തമായി നമ്മുടെയൊക്കെ ദുർഗാദേവി സ്തുതിയിൽ പറയുന്നത് പോലെ അതിശക്തമായി ഈവിളിനെതിരെ നിന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. ഈ ചെയ്തവർ സംസ്കാരി ബ്രാഹ്മണരാണെന്നും മറ്റും പറഞ്ഞ് ഉള്ള ന്യായങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും, ഞാൻ ആ ചർച്ചയിലുണ്ടായിരുന്നു, ബർഖാത്തിൻ്റെ മോജോ സ്റ്റോറിയിലെ ആ ചർച്ചയിലുണ്ടായിരുന്നു, അത് ബ്രാഹ്മണ സമുദായത്തിനും ഹിന്ദു സമൂഹത്തിനും പോലും നാണക്കേടാണ്. കാര്യം ഒരു ചെറിയ കുട്ടിയെ കൊല്ലുക, അമ്മയുടെ മുമ്പിലിട്ട് മകളെ റേപ്പ് ചെയ്യുക, മകളുടെ മുമ്പിലിട്ട് അമ്മയെ റേപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ എല്ലാം മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ട, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും ഇടത് വലത് ഭേദമന്യേ നിലപാടെടുക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ സുപ്രീം കോടതി റൈറ്റ് ആയിട്ടുള്ള, ശരിയായിട്ടുള്ള, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയുള്ളൊരു മാർഗം കാണിച്ചതിൽ അത് സന്തോഷിക്കുകയും വേണം. ടെക്നിക്കാലിറ്റിയിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കാലിറ്റി ഉണ്ട്. അതായത് മഹാരാഷ്ട്ര കോർട്ടാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് ആണ് എവിടെ കേസ് നടന്നു എന്ന്, അല്ലെങ്കിൽ എവിടെ സംഭവത്തിന് ആസ്പദമായ കാര്യം നടന്നു എന്നുള്ളതല്ല, എവിടെയാണ് കേസും ട്രയലും നടന്നത് അവിടുത്തെ ഗവൺമെൻറ് ആണ് തീരുമാനിക്കേണ്ടതെന്നുള്ളൊരു ടെക്നിക്കാലിറ്റി ഉണ്ട്. എന്നാൽ അതിൽ മാത്രമല്ല ഇത്രയും ക്രൂരമായ ഒരു റേപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ മർഡർ പോലുള്ള കാര്യങ്ങൾ, ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, സ്ത്രീകളോടുള്ള ബഹുമാനം, ഇതെല്ലാം ഊന്നി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധിന്യായം വളരെ ആശ്വാസകരമാണ്. എനിക്ക് തോന്നുന്നു BJP, കോൺഗ്രസ്, CPM ഭേദമന്യേ എല്ലാവരും ഇത് അംഗീകരിക്കും. ഇത് അംഗീകരിക്കാതെ ഒരു മനുഷ്യനോ ഒരു ഇന്ത്യക്കാരനോ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത്ര നല്ല വിധിയാണ്, ബോൾഡായ വിധിയാണ്, ബാക്കി യാതൊരുവിധ പരിഗണനയും ഇല്ലാത്ത ശക്തമായ വിധിയാണെന്ന് പറയാം. ഒരു പക്ഷേ ജസ്റ്റിസ് നാഗരത്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകും 2027 എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് നാഗരത്നയെ പോലുള്ള ജഡ്ജിമാർ വരട്ടെ, ശക്തിയുക്തം വരട്ടെ. നമ്മൾ അതിന്റെ പേരിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കങ്ങളിലേക്ക് പോകാതെ, ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കത്തിലേക്ക് പോകുന്നതിന് പ്രശ്നമല്ല. ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ പ്രതികൾക്ക് അനുകൂലമായ സമീപനം എല്ലാ തരത്തിലും എടുത്തു. സർക്കാർ ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു, അധികാര ദുർവിനിയോഗം നടത്തി. ഇത് മിസ്യൂസ് ഓഫ് പവറാണ് എന്ന് മാത്രമല്ല, ഒരു കോടതി ഉത്തരവിനെ എങ്ങനെയാണ് റൂൾ ഓഫ് ലോ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണിത് എന്ന് ജസ്റ്റിസ് നാഗരത്ന എഴുതിയ വിധിയിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അവരുടെ ഒപ്പം നിൽക്കുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കാൻ, അവർ എത്ര നിഷ്ഠൂരരായ കുറ്റകൃത്യം ചെയ്താലും ആ ക്രിമിനലുകളെ രക്ഷിക്കാൻ ആ പാർട്ടിയും സർക്കാരും ഏതറ്റം വരെയും പോകും എന്നുള്ളതാണെങ്കിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെച്ച് അത് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ല, അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെക്കണമെന്ന് പറയാനുള്ള കാരണം മുമ്പുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്, അത് സുപ്രീം കോടതി ഇന്നത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അന്നത്തെ ജഡ്ജ്മെന്റിൽ മെറ്റീരിയൽ ഫാക്ട് സപ്രസ് ചെയ്തു എന്നൊക്കെ പറയുന്നെങ്കിലും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് തന്നെയാണ് ഗുജറാത്ത് ഇത് കൺസിഡർ ചെയ്യണമെന്ന്. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. 2000-ലെ നിയമമല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ഗുജറാത്തിലെ റെമിഷൻ ഉള്ളൊരു പോളിസിയുടെ ബേസിലാണ് ഇതുവരെ എടുത്തതെന്നുള്ളതാണ് അന്നത്തെ തീരുമാനവും നയവും നിലപാടും എല്ലാം വെളിയിൽ വന്നത്. ആ ഗുഡ് കോണ്ടക്റ്റോ സോ കോൾഡ് ഗുഡ് കോണ്ടക്റ്റിൻ്റെയോ ഭാഗമായി
പോയി. അന്ന് തന്നെ വിമർശനങ്ങൾ വന്നു. കാര്യം വിറ്റ്നസ് പ്രൊട്ടക്ട് അല്ലെങ്കിൽ പോലീസ് വിറ്റ്നസ്സുകളെ ത്രട്ടൺ ചെയ്തു എന്നും അതിലൊരാൾ മൊളസ്റ്റേഷന് വേണ്ടി ചാർജ് ചെയ്യപ്പെട്ടു എന്നൊക്കെ വന്നു. അപ്പൊ അവിടെയാണ് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സിസ്റ്റമിക്കായി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ രാഷ്ട്രീയ വിഷയമല്ല, രാജ്യത്തിന്റെ പൊതുവിഷയമാണ്, സ്ത്രീ സുരക്ഷയുടെ വിഷയമാണ്, നിയമത്തിന്റെ വിഷയമാണ്. വളരെ ബോൾഡായ ഒരു ജഡ്ജി സധൈര്യം ഒരു നിലപാടെടുത്ത വിഷയമാണ്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ കള്ളികൾ ഇടുന്നതിനപ്പുറം നീതിയുടെ വിജയമായി കണ്ട് അതിനെ ഒരുമിച്ച് ആഘോഷിക്കാൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് കഴിയണം. അതിൽ കോൺഗ്രസോ ബിജെപിയോ സിപിഎമ്മോ ആഘോഷിക്കാവുന്ന ഒരു വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആശ്വസിക്കാമെന്ന് നമുക്ക് വേണമെങ്കിൽ പരമാവധി പറയാം. കാരണം അതിനിഷ്ഠൂരമായ കുറ്റകൃത്യത്തിന് 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുക, അവരുടെ 3 വയസ്സായ പെൺകുഞ്ഞ് കൊല്ലപ്പെടുക, കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുക, അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം അവരുടെ കൺമുമ്പിൽ കൊല്ലപ്പെടുക, അങ്ങനെ 14 പേരുടെ ശവശരീരത്തിന് ഇടയിൽ ഓടിപ്പോയിട്ടാണ് ഈ നീതിക്ക് വേണ്ടി പോരാട്ടം മുഴുവൻ. ആരെയും കുറ്റം പറയാൻ അല്ലല്ല, ഒരു വരി മാത്രം. ഇവരെ ഇറങ്ങുമ്പോ ഇവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ മാലയൊക്കെ അണിയിക്കുന്ന ചിലരുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ അംഗീകരിക്കുമെന്ന്. ഞാൻ അടക്കം വരുന്ന ചാനലുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ തള്ളി പറഞ്ഞാണ്. ചാനലുകളിൽ നിന്ന് തള്ളിപ്പറഞ്ഞു കാണും, ചാനലുകളിൽ നിന്ന് തള്ളിപ്പറഞ്ഞാണ്. രാഹുൽ ഈശ്വർ, ഈ വിഷയം കോടതിയിൽ വന്നപ്പോൾ എന്താണ് ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എടുത്തിട്ടുള്ള നിലപാടെന്താ? ഇന്ത്യൻ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചോദിച്ചത് അല്ല, സ്വന്തം ബന്ധുക്കളൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ പൂമാല അണിയിക്കുന്നതിൽ എന്താണ് അത്ഭുതം എന്നാണ്. അപ്പൊ ഇതെല്ലാവരും തള്ളിപ്പറയും. TV സ്റ്റേഷനിൽ വന്നിരുന്ന എല്ലാവരും പറഞ്ഞു എന്നൊന്നും പറയല്ലേ. ഇന്ത്യൻ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ മിസ്റ്റർ രാജു സുപ്രീം കോടതിയിൽ ഇതേ ജസ്റ്റിസ് BV നാഗരത്നയുടെ മുമ്പിൽ പറഞ്ഞ വാചകാണിത്. ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ബന്ധുക്കൾ മാലയിടില്ലേന്ന്. അല്ല, സാധാരണ ഇന്ത്യക്കാർക്ക് ഇത് അതിനുശേഷവും ഒരു രാഷ്ട്രീയ പരിപാടിയിലൊക്കെ അതിൽ ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു കൺവിക്റ്റഡ് ആൾ വന്നിരുന്നു എന്നൊക്കെയാണ്. അപ്പൊ സാധാരണ ഇന്ത്യക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ നന്മയുള്ള ഒരു ഇന്ത്യക്കാരനും BJPയോ കോൺഗ്രസോ CPMോ മുസ്ലിം ലീഗോ ഏത് പാർട്ടിയാകട്ടെ ബിൽക്കിസ് ബാനുവിന്റെ വേദന മനസ്സിലാകാതെ ഇരിക്കില്ല. കാര്യം നമുക്കെല്ലാം കുട്ടികളുള്ളതല്ലേ, നമുക്കെല്ലാം അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ ആരും സംശയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യ കണ്ട ഏറ്റവും ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു ബിൽക്കിസ് ബാനുവിന് നേരെ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ഇതിപ്പോ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിൽ അല്ലാതെ എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് നീതിയുടെ വിജയം ജസ്റ്റിസ് നാഗരത്നയെ പോലൊരു ജഡ്ജി ഉണ്ടായല്ലോ എന്ന് ആശ്വസിക്കാം എന്നൊക്കെയാണോ ഇതിനകത്ത് താങ്കൾ കാണുന്ന കാര്യം? ഇത് ഒരു ബിൽക്കിസ് ബാനുവിന് മാത്രം സംഭവിച്ച കാര്യമല്ല, ഒരുപാട് ബിൽക്കിസ് ബാനുമാർക്ക് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിൽ കുറേ ആളുകൾക്ക് മാത്രം നീതി കിട്ടിയിട്ടുണ്ട്. ഗുജറാത്ത് വംശഹത്യയിൽ 13,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. നമുക്ക് ഇസ്ഹാൻ ജാഫ്രിയുടെ കാര്യം അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വിധവ ഇപ്പോഴും നീതിക്കായി അലയും നമുക്കറിയാമല്ലോ. അവരോടൊപ്പം സഞ്ചരിച്ച ടീസ്ത സിതൽവാദിനെ ഗുജറാത്ത് സർക്കാർ കോടതിയുടെ കൂടെ പിന്തുണയോടെ ജയിലിലടച്ച കഥ നമുക്കറിയാമല്ലോ. അന്നു മുതൽ ഇന്ന് വരെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി, മാറ്റമില്ലാത്തൊരു വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സംഭവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയാണ്, ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഗുജറാത്ത് ഗവൺമെൻറ് എടുത്ത നടപടി, അതിന് പിന്തുണ കൊടുത്ത ആഭ്യന്തരകാര്യ വകുപ്പിൻ്റെ നടപടി, ഈ 2 നടപടികളിലുമുള്ള പൊതുവായ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി രാജധർമ്മം പാലിച്ചിട്ടില്ല എന്ന് അന്നത്തെ BJP നേതാവ് കൂടിയായ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചാണ്. ആ ഗുജറാത്ത് വംശഹത്യ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് അദ്ദേഹം പിന്തുണ കൊടുത്തത് കൊണ്ടല്ലേ യഥാസമയം കേസെടുക്കാതിരുന്നത്, ഗുജറാത്തിൽ വിചാരണ സാധ്യമല്ലാതെ വന്നത്, മഹാരാഷ്ട്രത്തിലേക്ക് വിചാരണ കൊണ്ടുപോകേണ്ടി വന്നത്? അപ്പോൾ മഹാരാഷ്ട്രത്തിൽ വിചാരണ ചെയ്യാൻ സുപ്രീം കോടതി വരെ ഇടപെട്ട് പോകേണ്ടി വന്ന സാഹചര്യം നരേന്ദ്രമോദിയെ തുറന്നു കാട്ടുകയാണ്. ആ മോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തരകാര്യ മന്ത്രാലയം അമിത്ഷയും കൂടെ കൂടിച്ചേർന്ന് ഗുജറാത്ത് സർക്കാർ അധികാരമില്ലാത്തൊരു കാര്യം ചെയ്തൊരു കേസെടുത്ത് പ്രതികളെ വെറുതെ വിടുകയാണ്. അതിന് പറയുന്ന ന്യായം എന്താണ്? പ്രതികൾക്ക് മനപരിവർത്തനമുണ്ടായി. എൻ്റെ ചോദ്യം, നരേന്ദ്രമോദിക്ക് മനപരിവർത്തനമുണ്ടായോ? സംഘപരിവാറിന് മനപരിവർത്തനമുണ്ടായോ? പ്രതികളെ യഥാർത്ഥത്തിൽ ഒരു ഉപകരണങ്ങളാണ്, ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉപകരണങ്ങളാണ്. മുസ്ലിങ്ങളെന്ന് പറയുന്നത്, അതിലെ സ്ത്രീകളെന്ന് പറയുന്നത് കൊല്ലപ്പെടേണ്ടവരാണ്. അവർ ഗർഭിണികളാണെങ്കിലും ആക്രമിക്കപ്പെടേണ്ടവരാണ്. ഒരു വംശഹത്യ കാലത്ത് സ്ത്രീകൾക്ക് എന്തു പറ്റും? അത് ഗുജറാത്തിൽ അവസാനിച്ചില്ല എന്നുള്ളതാണ്. മണിപ്പൂരിൽ ഇന്നും കൊലപാതകം നടന്നിട്ടുണ്ട്.
ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുമ്പോൾ എന്താണ് CPM-ഉം കോൺഗ്രസും BJP-യും എല്ലാം ഒരുമിച്ച് എന്താ ഒരുമിക്കുന്നത്? ഇതിനെതിരായി പോരടിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് സുഭാഷിണി അലി, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ. അവർ കോടതി പോയപ്പോൾ അതിനെതിരായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശക്തി ഉപയോഗിച്ച പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി, അതിന് പിന്തുണ കൊടുത്ത ആളുടെ പേരാണ് അമിത്ഷാ, അത് BJP-യാണ്. ഇതെങ്ങനെയാണ് സമീകരിക്കുന്നത്? അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ സമീകരണം എന്ന് പറയുന്നത് വേട്ടയ്ക്കുള്ള പിന്തുണയാണ്, കുറ്റവാളിയെ രക്ഷിച്ചെടുക്കലാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനാ ഈ പ്രതികളെ തുറന്നു വിട്ടത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലെ ക്യാമ്പയിൻ ഇതായിരുന്നു: മുസ്ലിം സ്ത്രീകളെ മാനഭംഗം ചെയ്താൽ മാനഭംഗം ചെയ്ത് കൊലപാതകം നടത്തിയവർക്ക് ഞങ്ങൾ ജയിലഴികൾ തുറന്നു കൊടുക്കപ്പെടും. എന്താ അവിടെ പ്രസംഗിച്ചെന്നറിയാമോ? ശ്രീകൃഷ്ണന്റെ മുന്നിൽ ജയിലഴികൾ തുറന്നു കിടന്നതുപോലെ, കംസന്റെ രാജധാനിയിൽ ശ്രീകൃഷ്ണന്റെ മുന്നിൽ ജയിലറികൾ തുറന്നു കിടന്നതുപോലെ, നന്ദഗോപുർ യാത്ര നടത്തുമ്പോൾ തുറന്നു കിടന്നതുപോലെ ഇതാ മോദി ഈ ആളുകളുടെ ഈ ഹിന്ദുത്വത്തിന് വേണ്ടി പോരടിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന വീരന്മാർക്ക് വേണ്ടി ജയിലറകളെ തുറന്നു കൊടുത്തിരിക്കുന്നു. ഇതല്ലേ പ്രസംഗം? ആ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ബാബു ബജരംഗിയുടെ മകളെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ ഗുജറാത്തിൽ? എന്തൊരു ക്യാമ്പയിനായിരുന്നു! ഇന്ന് ഗുജറാത്തിലെ സർക്കാർ, ഈ വിധി വന്നതിനെ തുടർന്ന് ഗുജറാത്തിലെ സർക്കാർ രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം. ശരി, നാഗരത്നയെ പ്രശംസിക്കാം, നമ്മൾ വ്യക്തിപരമല്ലല്ലോ കോടതി. നാഗരത്നയെ പ്രശംസിക്കാം, ഞാൻ ജഡ്ജിമാരെ പ്രശംസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ജഡ്ജിമാർ നിയമവാഴ്ച നടപ്പാക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചും ഇവിടുത്തെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചും അവർ വ്യാഖ്യാനിക്കുകയാണ്. ചില ജഡ്ജിമാർ ഭാവിയിൽ നിങ്ങൾ ഗവർണറാക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ എം പി സ്ഥാനം കൊടുക്കും, അതും ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന നാഗരത്നമാരുണ്ടാകാം, സന്തോഷം. അല്ലാത്ത കുറേ പേര് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇന്ദു മൽഹോത്ര പറഞ്ഞല്ലോ, അതുപോലെ ചില മൽഹോത്രമാർ നിങ്ങളുടെ വഴിക്ക് വന്നിരിക്കും. ഞങ്ങളതിൽ വിവേചനം കാണുന്നില്ല. പ്രശ്നം അവിടെ അല്ല, നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നാരീശക്തി സമ്മേളനം നടത്തിയത് നരേന്ദ്രമോദി. ഏത് ഇത് ചെയ്തിട്ട് ഇതിന് പിന്തുണ കൊടുത്ത നരേന്ദ്രമോദി നാരീശക്തി സമ്മേളനം നടത്തി. തീർന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. ജസ്റ്റിസ് KM ജോസഫിനെ മറന്നു പോകരുത്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്യുന്ന മുമ്പ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായതാണ്, കേൾവി പൂർത്തിയായതാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുമ്പോൾ കേൾക്കാൻ സമ്മതിക്കില്ല. സംഘപരിവാരത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സർക്കാർ അഭിഭാഷകന്മാരെടുത്ത കുതന്ത്രം, കേസ് മാറ്റിവെക്കൽ. അവസാനം എന്ത് സംഭവിച്ചു? ജസ്റ്റിസ് KM ജോസഫ് അതിനൊരു കമൻ്റ് കൂടെ പാസ്സാക്കിയിട്ടാണ് പോയത്. എന്തായാലും ആ വഴിയിൽ തന്നെ ആ ഡിവിഷൻ ബെഞ്ച് സഞ്ചരിച്ചു. ചെറിയ കാര്യമല്ല. ഒരു വാക്കുകൂടെ ഞാൻ പറയാം. നമുക്ക് ടീസ്റ്റാ സദൽവാദിനെ മറക്കാമോ? അവരുടെ യുദ്ധം മറക്കാൻ പറ്റുമോ? അവരെ ജയിലിലടച്ചു. ഗുജറാത്തിലെ ഗവൺമെൻറ് മാത്രമല്ല, ഗുജറാത്തിലെ നീതിന്യായ വ്യവസ്ഥ കൂടി പാപപങ്കിലമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ വ്യവസ്ഥയിൽ ഏറ്റവും വേഗം പുറത്തു പോകേണ്ടത് നരേന്ദ്രമോദിയാണ്, അമിത്ഷയാണ്, സംഘപരിവാർ രാഷ്ട്രീയമാണ്. അത് കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തോടെ. ശരി, ഷാബു പ്രസാദ്, ഈ കലാപത്തിന് എന്തൊക്കെ രാഷ്ട്രീയ സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി കൂടുതൽ വെളിവാവുകയല്ലേ? അതിപ്പോൾ ആർക്കും അറിയാതിരുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്ത് കോടതി തന്നെ, ഒരു സർക്കാർ ഇത്രമേൽ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു ഈ നൃശംസമായ ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് വേണ്ടി എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി കാണുമ്പോൾ, ഇവിടെ ഇപ്പോൾ ഷനിൽകുമാർ പറഞ്ഞതുപോലെ ഗുജറാത്ത് സർക്കാരിന്റെ മേലെയാണ്, അവർക്ക് നേരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. നിങ്ങൾ ചെയ്തത് ഈ പ്രതികളെ സഹായിക്കലാണ്, നിങ്ങൾ ഈ പ്രതികൾക്ക് കൂട്ടുനിന്ന ആളുകളാണെന്ന് കോടതി തന്നെ പറയുമ്പോൾ ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണ്ടേ? അഭിലാഷേ, ഇവിടെ ഇപ്പം അനിൽകുമാർ പറഞ്ഞു, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു. ടീസ്റ്റാ സദൽവാദിനെ ജയിലിലടച്ചില്ലേ, എന്താണ് മഹേഷ് ഭട്ടിനെ ജയിലിലടച്ചില്ലേ, സഞ്ജീവ് ഭട്ട്. ഈ ജയിലിലടച്ചതൊക്കെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ സഞ്ജയ് ഭട്ട് ഭരണകൂടമോ അല്ല, ഈ നാട്ടിലെ കോടതി തന്നെയാണ്. ഈ നാട്ടിലെ കോടതിയുടെ അനുവാദമില്ലാതെ ഒരു മനുഷ്യന് ഒരു ദിവസം പോലും ജയിലിലിടാൻ കഴിയില്ലെന്നേ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്രതികൾ ഗുജറാത്ത് സർക്കാർ ഇത് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അതിനനുസരിച്ച് ഗുജറാത്ത് സർക്കാർ ഒരു നിലപാടെടുത്തു. ആ നിലപാട് ശരിയല്ല, ആ വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ നീതിപീഠമാണ്. ഇത് രണ്ടും അനുസരിക്കാൻ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ പൗരന്മാരും ബാധ്യസ്ഥരാണ്. അനുകൂലമായ വിധി വരുമ്പോൾ, എനിക്കിഷ്ടമുള്ള വിധി വരുമ്പോൾ മാത്രം കോടതി നല്ലതും അല്ലെങ്കിൽ ഈ കോടതി മുഴുവനും മോശവും എന്ന് പറയുന്ന നിലപാട് ശരിയല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടണം എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. പിന്നെ ഈ വംശഹത്യ മറ്റേന്നൊക്കെ അനിൽകുമാർ ഇവിടെ പറയുന്നു, ഞാൻ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, ഞാൻ മുമ്പ് എൻ്റെ ആദ്യത്തെ റൗണ്ടിലേക്ക് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഓഡിയോ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ജയകൃഷ്ണൻ, ഈ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമായ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ കൊച്ചു കുട്ടികളുടെ മുമ്പിലിട്ട് ഒരു അധ്യാപകനെ കൊത്തിയെരിഞ്ഞ കേസിലെ ആ കുറ്റവാളിയെ 6-7 വർഷം കഴിഞ്ഞ് തുറന്നുവിട്ട് ആ കുട്ടികൾ കൊല്ലപ്പെട്ട ആ കൊടും ക്രൂരകൃത്യം നടന്ന അതേ സ്കൂളിലെ PTA പ്രസിഡൻ്റാക്കിയ ചരിത്രം ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനും മാർക്സിസ്റ്റ് പാർട്ടിക്കുമുണ്ട്. ഇത് കൊടും കുറ്റവാളി എന്ന് കോടതി കണ്ടെത്തിയ കുറ്റവാളിയായ കുഞ്ഞനന്ദൻ്റെ ശവശരീരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി മഹാനായ വിപ്ലവകാരി എന്ന് പറഞ്ഞ് ഈ അനിൽകുമാറിൻ്റെ പാർട്ടി ഈ കേരളത്തിനോടാണ്, നമ്മളോടാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളെ അതിൻ്റേതായ രീതി വിമർശിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കോടതി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളതല്ല. ഭരണകൂടം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ അതിനെ തിരുത്താനും അതിനെ ആ നിലപാടെടുക്കാനുമുള്ള അധികാരവും അവകാശവും ഇവിടെ കോടതിക്കുണ്ട്. അങ്ങനെയുള്ള ആ കോടതി വിധിയെ സർവാത്മന അംഗീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് താല്പര്യമുള്ള, എനിക്കിഷ്ടമുള്ള വിധി വരുമ്പോൾ നല്ല കോടതിയും അല്ലെങ്കിൽ ഇരുളടഞ്ഞ കോടതിയും എന്ന് പറയുന്നു. സഞ്ജീവ് ഭട്ടിനെ ജയിലിലിട്ടത് കോടതിയാണ്. ടി സതൽവാദിനെതിരെ കേസെടുത്തതും ജയിലിലിട്ടതും കോടതിയാണ്. വീണ്ടും പറയുന്നു, കോടതിയുടെ അനുവാദമില്ലാതെ ഈ നാട്ടിൽ ഒരു പൗരനെ ഒരു ദിവസം പോലും ജയിലിലിടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവർ പോകട്ടെ. ജയിലിലിടാൻ ആധാരം കോടതിയുടെ മുമ്പിൽ എത്തുന്നത് കേസുകളാണല്ലോ. അതിലെ വസ്തുതകൾ, അവിടെ പ്രസന്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഫ്രെയിം ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഇപ്പോൾ സഞ്ജീവ് ഭട്ട് എത്രയോ നാളുകളായി ജയിലിൽ കഴിയുകയാണ്. ടി സതൽവാദിനെ പോലെയുള്ള ഒരാൾ ഏതൊക്കെ കേസുകളിലാണ് വേട്ടയാടപ്പെടുന്നത്? ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എഴുന്നേറ്റിട്ടുണ്ടോ, ആരൊക്കെ അവരുടെ വോയിസ് ഉയർത്തിയിട്ടുണ്ടോ, അവരൊക്കെ വേട്ടയാടപ്പെടുന്ന ചരിത്രം ഈ പറഞ്ഞതുപോലെ കോടതികൾ ഇവരെ പിടിച്ച് ജയിലിലിട്ടോടൂ എന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ പറയാം, അല്ല, ഇവർ സർക്കാർ കോടതിയുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുന്നു, സർക്കാർ ഫ്രെയിം ചെയ്യുന്നു. ഈ നാട്ടിലെ നിയമവും ന്യായവും അനുസരിച്ച് കോടതിയുടെ മുമ്പിൽ വാദിക്കുന്നു, കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിനനുസരിച്ചാണ് ജയിലിലേക്ക് പോകുന്നതും വെറുതെ വിടുന്നതുമെല്ലാം. കോടതിയുടെ ബോധ്യമനുസരിച്ചാണ്. കോടതി ഒരു യന്ത്രമല്ല, ഒരു ബോധ്യമനുസരിച്ചാണ്. ആ കോടതിയുടെ ബോധ്യമനുസരിച്ചല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ സഞ്ജീവ് കോടതി ജയിലിലിട്ടിരിക്കുന്നത് കോടതിയാണ്. ശരി, ലഘുവായ ചോദ്യമാണെങ്കിൽ ചോദിക്കൂ. എനിക്ക് ഇറങ്ങാറായി. ഒരു ചോദ്യം. സഞ്ജീവ് ഭട്ടിനെ ജയിലിലിട്ടു, ടി സതൽവാദിനെ ജയിലിലിട്ടു ഗുജറാത്ത് സർക്കാർ. നിങ്ങൾ വസ്തുതകൾ കോടതി കൊടുത്തു, സന്തോഷമുള്ള കാര്യമാണ്. കോടതിയാണ് ചെയ്തത്. എന്തുകൊണ്ട് ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ കോടതി മുമ്പാകെ പിടിച്ചു കൊടുത്തില്ല? ആ വിചാരണ എന്തുകൊണ്ട് മഹാരാഷ്ട്രത്തിലേക്ക് മാറ്റേണ്ടി വന്നു? ഈ ഒരു ഉത്തരവിൽ ഒരു റിവ്യൂ ഹർജി കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് മോദിയുടെ ഭരണകാലത്ത് ആ കേസ് ചൂണ്ടിക്കാണിച്ചു? ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. 100% നിയമവ്യവസ്ഥയും അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. അത് നിങ്ങൾക്ക് താല്പര്യം. അവരുടെ ഇപ്പൊ ആ കേസിൽ കോടതി അനുവദിച്ചു. ഈ രാജ്യത്ത് പ്രിവെയിൽ ചെയ്യപ്പെടണമെന്ന് എത്ര തവണ സുപ്രീം കോടതിയുടെ വലിയ ബൃഹത്തായ ഉത്തരവാണ്. അതിൽ എത്ര തവണ ജസ്റ്റിസ് നാഗരത്ന എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കൃത്യമായും this is a classic case where the order of this court was used to violate the rule of law by granting remission എന്നാണ് പറഞ്ഞത്. ഈ റെമിഷൻ കൊടുക്കുക വഴി റൂൾ ഓഫ് ലോ വയലേറ്റ് ചെയ്യാൻ നടന്ന ശ്രമത്തെ കുറിച്ചാണ് കോടതി പറയുന്നത്. അപ്പോൾ റൂൾ ഓഫ് ലോ അട്ടിമറിക്കപ്പെട്ടു, റൂൾ ഓഫ് ലോ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു. ഞങ്ങൾക്കത് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, റൂൾ ഓഫ് ലോ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോ ജഡ്ജി ഏറ്റവും അധികം ഊന്നി പറഞ്ഞിരിക്കുന്ന കാര്യം. അത് ഭരണകൂടങ്ങൾ മറികടക്കുമ്പോഴാണ് അങ്ങനെ കോടതിക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെ കേരള സർക്കാരിനെതിരെ, ഇവിടെ ഭരണകൂടത്തിനെതിരെ നടത്തിയ താക്കീതുകളുടെ ലിസ്റ്റുകൾ എടുത്താൽ
അത് ആയിരക്കണക്കിന് പേജുകൾ വരും. ആ കോടതിക്ക് അങ്ങനെ നിരീക്ഷിക്കാൻ അവകാശമുണ്ടെന്നേ. അല്ലല്ല, നമ്മൾ അങ്ങനെ നിരീക്ഷിക്കാൻ മറ്റേതെങ്കിലും കേസുമായി സമീകരിച്ചു. ഇവിടെ ഇപ്പോ ഇവിടുത്തെ പാനലിസ്റ്റുകൾ തന്നെ സംബന്ധിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നീചമായ കുറ്റകൃത്യം എന്നാണ്. അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല. ശ്രീ രാജു പി നായർ, ഇവിടെ ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു പൗരബോധമുള്ള, നിയമവ്യവസ്ഥയിൽ വിശ്വാസമുള്ള, നീതിബോധമുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ആശ്വസിക്കാവുന്ന ഒരു ദിവസമാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ മുറിപ്പെടുത്തിയ തെളിവുകളുള്ള ഒരു വിഷയത്തിൽ കുറ്റവാളികളാണെന്ന് തന്നെ വിധിക്കപ്പെട്ട ആളുകൾ കൂളായിട്ട് ഇറങ്ങിപ്പോവുകയും അവർക്ക് നോട്ടുമാല, ജണ്ട്, ലഡ്ഡു ഒക്കെ കിട്ടുകയും ഒക്കെ ചെയ്യുകയും അവർ ഹീറോയൊക്കെ ആവുകയും ചെയ്യുന്നത് നമ്മൾ ഈ നിയമവാഴ്ചയെക്കുറിച്ചുള്ള പ്രാഥമിക സങ്കല്പത്തിന് തന്നെ എതിരാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റമെങ്കിലും വന്നു എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ കാണാമല്ലോ. തീർച്ചയായും നമ്മൾ നീതിയിലും ധർമ്മത്തിലും അതുപോലെ തന്നെ സമത്വത്തിലും എല്ലാം അധിഷ്ഠിതമായിട്ട് ഈ രാജ്യം രൂപം കൊണ്ടതിൻ്റെ 75ാം വാർഷികത്തിൻ്റെ അന്ന് ഇന്ത്യയുടെ ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനം സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ല, ഭാരതീയർക്ക് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒരു പാപക്കറയെ നിൽക്കുകയാണ്. ആ പാപക്കറ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നരാധമനായ, മനുഷ്യത്വത്തിന് തന്നെ ഭീഷണിയായ ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളാണ്. അതിനെയാണ് ഇന്ന് സുപ്രീം കോടതി ആ പാപക്കറയാണ് ഇന്ന് കഴുകിക്കളഞ്ഞത്. ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എന്താ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും കോടതിയോട് ഫ്രോഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഫ്രോഡ് കാണിച്ചുകൊണ്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഷാബു പ്രസാദ് ഇവിടെ പലതവണ ഈ ഞങ്ങൾക്കെതിരായിട്ടുള്ള വിധിയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഈ ഏറ്റവും പൈശാചികമായിട്ടുള്ള നീചമായ കൃത്യത്തിൽ അതിൽ ഞങ്ങൾ ആ വേട്ടക്കാരോടൊപ്പമായിരുന്നു ഷാബു ഇവിടെ തുറന്ന് സമ്മതിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എന്താ പറയുക, ഒരു മനുഷ്യത്വരഹിതമായ ഒരു കുറ്റകൃത്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയുമ്പോൾ കണ്ടീഷണലായിട്ട് അല്ലാണ്ട് അൺകണ്ടീഷണലായിട്ട് അവരെ പുറത്തുവിട്ട നടപടി തെറ്റായിരുന്നു, ഈ മാറ്റിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നായിരുന്നു പറയേണ്ടത്. പകരം അദ്ദേഹം പറയും ഞങ്ങൾക്കെതിരാണെങ്കിലും ആ വിധി അംഗീകരിക്കാൻ. അപ്പോൾ റേപ്പിസ്റ്റുകളെ, ബലാത്സംഗികൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് BJP എന്ന് ഷാബു പ്രസാദ് ഇവിടെ ജനങ്ങളോട് ഒരു ഉളുപ്പും ഇല്ലാതെ തുറന്ന് പറയുകയാണ്. അതുതന്നെയാണ് സംഭവിച്ചത്. 2002 മാർച്ച് കട്ടായി കേട്ടോ. ഇല്ല, പറഞ്ഞോളൂ. കട്ടായി. ശ്രീ രാജു പി നായർ, താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു അതൊരു സാങ്കേതിക തകരാറാണ് എന്ന് ഞാനത് ശരിയാക്കിയതിന് ശേഷം മടങ്ങിയെത്താം. ശ്രീ KJ ജേക്കബ്, ഇവിടെ ഇപ്പോൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ലോകമാകെ ശ്രദ്ധിച്ച ഒരു കേസിനകത്ത് ഇപ്പോൾ കൃത്യമായും അവിടെ ബിൽക്കീസ് ബാനുവിൻ്റെ നിയമ പോരാട്ടത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ആ കേസിലെ പ്രതികൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും വേറൊരു സംസ്ഥാനത്ത് ട്രയൽ നടത്തി അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്. ശിക്ഷിക്കപ്പെടാത്ത ഇപ്പോൾ സാക്കിയ ജാഫ്രിയെ പോലെ വളരെ പ്രശസ്തനായ ഒരു നേതാവിൻ്റെ മരണം പോലും, അദ്ദേഹത്തെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്ന കഥ, അതല്ലെങ്കിൽ അവരുടെ വസ്തുതാ വിവരണം അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് 2002 ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് തെഹൽക്ക നടത്തിയിട്ടുള്ള സ്റ്റിംഗ് ഓപ്പറേഷനിൽ എന്തായിരുന്നു അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി, ഞങ്ങളാണിത് ചെയ്തത് എന്ന് ചെയ്ത ആളുകൾ തന്നെ തുറന്നു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം പല കേസുകളും ഏത് വഴിക്കൊക്കെയാണ് പോയത്. SITകൾ രൂപീകരിക്കപ്പെട്ടു, അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയുള്ളത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ഇതൊരു താൽക്കാലിക ആശ്വാസമെന്നോ അല്ലെങ്കിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇതിൽ ആ ഹർജിക്കാരിയെ കേട്ട് ആ ഹർജിക്കാരി ആവശ്യപ്പെട്ട കാര്യം കോടതി നിവർത്തിച്ചു കൊടുത്തല്ലോ എന്ന പരിമിതമായ ആശ്വാസത്തിനല്ലേ വകുപ്പുള്ളൂ. അത്രേ ഉള്ളൂ. ഞാനിത് വേറൊരു ഗ്രൂപ്പിലും കൂടെ വേറൊരു ചർച്ചയിലും ഞാനിത് പറയണ്ടേ, നമ്മൾ എന്താണ് ഈ ആഘോഷിക്കുന്നത്? ഇപ്പം ഈ കൂട്ടത്തിൽ ഷാബു പ്രസാദ് പോലും പറഞ്ഞ നൃശംസമായ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട ആൾക്കാരെ വീണ്ടും ജയിലിലേക്ക് വിടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കിടന്ന് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാവരോടും കൂടി ഇത് ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാസ്യതയുണ്ടല്ലോ. ആ പരിഹാസ്യത വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. അതാണ് BBC ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞ കാര്യമാണത്. ഇത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം 4-ാം തീയതി സംഭവിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്നു. വെറും 20 ദിവസം കൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്ത് പോലീസ് മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുന്നു. എല്ലാം കോടതി അംഗീകരിച്ച കാര്യങ്ങളാണ്.
എന്നിട്ടാണ് ആ പ്രതികളെയാണ് CBI അന്വേഷിച്ച് കണ്ടെത്തി. ഇവരെല്ലാവരെയും ഇവർക്കറിയാവുന്ന പ്രതികളാണ്. ബിൽക്കിസ് ബാനുവിന് അറിയാവുന്നതാണ്. അവരുടെ ഒപ്പം ജീവിച്ച് ജനിച്ചു വളർന്ന മനുഷ്യരാണ്. അവരെ വെറും അവർ വേറൊരു മതത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം വേട്ടയാടി അവരുടെ അമ്മയെ, അവരുടെ അനിയത്തിമാരെ, ചേട്ടത്തിമാരെ, അവരുടെ അങ്കിളിനെ, ആൻറ്റിയെ 13 കൊലപാതകങ്ങളാണ് ഇവർ നടത്തിയത്. ആ കേസിൽ അവിടെ ഗുജറാത്തിൽ നടത്താൻ അന്വേഷണം ഗുജറാത്ത് പോലീസിന് എന്തുകൊണ്ട് ആ കേസ് അന്വേഷിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ നരേന്ദ്രമോദി വീണ്ടും ഉത്തരം പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. നമ്മളത് എല്ലാവരും കൂടി ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത്. അത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു വിധി കൂടിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ വളരെ എളുപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞു BJP-ക്കാരും കൂടി ആഘോഷിക്കണമെന്ന്. രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേസിൽ വിധി വന്നത് സുപ്രീം കോടതിയെ കബളിപ്പിച്ച് വന്ന വിധിക്ക് ഗുജറാത്ത് സർക്കാരിന് റെക്കമെൻഡേഷൻ വന്നിട്ട് 1 മാസത്തിനുള്ളിൽ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് അനുമതി കൊടുത്തു. എല്ലാം കൂടി 1.5 മാസമാണ് എടുത്തത് ഈ കേസ് തീരുമാനം വരാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് എല്ലാവരും കൂടി ആഘോഷിക്കുന്നത്? BJP-ക്കാർ. അതാണ് ഷാവു പ്രസാദ് നേരത്തെ പറഞ്ഞു, രാജു പി നായർ ചൂണ്ടിക്കാട്ടിയത് അതാണ്. എങ്ങനെയാണ് BJP-ക്കാർ ഇതിൽ ആഘോഷിക്കുന്നത്? അവർക്ക് നിങ്ങൾ ഈ പറയുന്ന പോലത്തെ തോന്നലുണ്ടായിരുന്നെങ്കിൽ അവർ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയേണ്ടായിരുന്നോ? മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ഹീന കുറ്റകൃത്യം ചെയ്യുന്നവർ മിനിമം 28 വർഷം ജയിലിൽ കിടക്കണം. 14 വർഷമല്ല, 28 വർഷം അവർ ജയിലിൽ കിടക്കണം. അതാണ് ബാക്കിയുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. മഹാരാഷ്ട്രയിലെ ഇതുമായി ബന്ധപ്പെട്ട ജഡ്ജി, ഇതുമായി ബന്ധപ്പെട്ട CBI, ഇവരെല്ലാവരും ആദ്യം റിപ്പോർട്ട് കൊടുത്തു. എന്ത് കൊടുത്തു? ഇവരെ പുറത്തു വിടാൻ പാടില്ല എന്ന്. അതിനുശേഷം വീണ്ടും വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാം ജഡ്ജിമാർ ഒപ്പീനിയൻ മാറിയില്ല, CBIയുടെ ഒപ്പീനിയൻ മാറി, ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പീനിയൻ മാറി. ആദ്യം ഇവർ ഒരു കാരണവശാലും പുറത്തു വിടരുത് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ ഒക്കെ ഒപ്പീനിയൻ മാറി. ഇതെങ്ങനെ മാറുന്നു? ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മുഖത്ത് കിട്ടിയ അടിയാണിത്. ഇത് അന്നത്തെ ഗുജറാത്ത് സർക്കാരിനെതിരെയും ഇന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെയും ഇന്നത്തെ ഇന്ത്യ സർക്കാരിനെതിരെയുള്ള വിധിയാണ്. നിങ്ങളൊക്കെ വട്ടത്തിൽ വന്നിരുന്നുകൊണ്ട് അയ്യോ ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടണം എന്ന് പറയുമ്പം നീതി നിഷേധിച്ചവർ അവരിവിടെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താ നിങ്ങൾ കാണാതെ പോകുന്നത്? എങ്ങനെയാണ് അവർ കൊണ്ടേ കൊടുത്ത് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന ആൾക്കാർക്കെതിരെ കൊടുത്ത FIR-ൽ 20 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കേസ് വൈൻഡപ്പ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിക്ക് കൊടുത്ത് കോടതി അംഗീകരിച്ചു. ആ കേസിലല്ലേ ഇപ്പം നമ്മൾ 11 പേരെ നിങ്ങളെല്ലാം പറയുന്നു ഭീകരന്മാരാണ് എന്ന് പറയുന്നത്? അതിന് ഉത്തരം ആര് പറയണം? ഇവരെയൊക്കെ വീട്ടിൽ പറഞ്ഞു വിടാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് ഉത്തരവിട്ടത്. ആ കണക്ക് എവിടെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം? അതുകൊണ്ട് ഇതൊരു വളരെ ചെറിയൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റൂ. ഇതിന് ഉത്തരവാദികളായ മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, നമ്മുടെ ഭരണാധികാരികളായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കാതെ. അതല്ലാതെ എല്ലാവരോടും കൂടി കെട്ടിപ്പിടിച്ച് മാലപ്പടക്കം പൊട്ടിക്കേണ്ട കേസല്ലിത്. ഇത് നമ്മുടെ നാട്ടിലെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അടക്കമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ നൃശംസത ഇവർ കാണിച്ചതുപോലെയുള്ള, എന്നിട്ട് ഇവർ ജയിലിൽ നിന്ന് പുറത്തുപോയി ഇവർക്ക് വേണ്ടി സ്വീകരണം ഒരുക്കിയ ആൾക്കാർ അവരൊക്കെ കൂടിയിരുന്ന് ആഘോഷിക്കണം എന്ന് അതല്ല പറയുന്നത്. നീതി വ്യവസ്ഥ, ന്യായവ്യവസ്ഥ, മനുഷ്യൻ്റെ നീതിബോധം, ഇതുള്ള മനുഷ്യരാണ് ആഘോഷിക്കേണ്ടത്. അതല്ലാതെ ഇതിനെ മുഴുവൻ അട്ടിമറിക്കാൻ ശ്രമിച്ച് അതിൽ അവസാനം പരാജയപ്പെട്ടിട്ട് ഞങ്ങളിവിടെ കൂടുന്നു എന്നല്ല പറയേണ്ടത്. ആ മനുഷ്യരെ തുറന്നു കാണിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എല്ലാവർക്കും കൂടെ ആഘോഷിക്കാം, അതല്ലത്. ഇത് പ്രകടമായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, ക്രിമിനൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിനെ മുഴുവൻ അട്ടിമറിച്ച ഒരു കേസാണിത്. അതിൻ്റെ അകത്തിരുന്ന് നമുക്ക് എല്ലാവരും കെട്ടിപ്പിടിച്ച് ആഘോഷിക്കേണ്ടതെല്ലാം ഇതിന് ഉത്തരവാദികളായ മനുഷ്യരോട് ഇവരാണ് ഇത് ചെയ്തത്, ഇവരെന്തിട്ട് സ്ത്രീ ശക്തി എന്ന് പറഞ്ഞു വരുമ്പം എന്താണ് നിങ്ങൾ കാണിച്ചതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതല്ലാതെ നമുക്കെല്ലാവരും കെട്ടിപ്പിടിച്ച് പടക്കം പൊട്ടിക്കേണ്ട കേസ് അല്ലിത്. തീർച്ചയായിട്ടും. ശ്രീ രാജു പി നായർ, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രമെടുത്താൽ ഇതുപോലെ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല, ബെസ്റ്റ് ബേക്കറി കൂട്ടക്കൊല ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ. അതേക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ, ഏറ്റവും ഒടുവിൽ BBC-യുടെ ഡോക്യുമെൻ്ററി, അത് എന്തു കോളുകളൊക്കെ ഉണ്ടാക്കി രാജ്യത്ത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ നീതി എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത് നീതിയുടെ ഒരു കണികയെന്നോ കിരണമെന്നോ ഒക്കെ പറയാവുന്ന സാഹചര്യമേ ഉള്ളൂ. അവിടെയും സർക്കാരുകൾ ഏതൊക്കെ തരത്തിൽ ഈ പ്രതികൾക്ക് സഹായകരമായ നിലയ്ക്ക് പെരുമാറിയിട്ടുണ്ട് എന്ന് കോടതി അടിവരയിടുന്നുണ്ട്. ഇതിപ്പോൾ ഗുജറാത്തിലായിരുന്നു വിചാരണ നടന്നിരുന്നത് എങ്കിൽ ഈ കേസിൽ പ്രതികൾ പ്രാഥമികമായി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായും കോടതി ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പക്ഷം പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേസിന്റെ വിചാരണ തന്നെ ഗുജറാത്തിൽ നിന്ന് മാറ്റേണ്ടി വന്നത് എന്ന് ഈ വിചാരണാഘട്ടത്തിൽ ഈ പുതിയ കേസ് കേൾക്കുന്ന ഇടയിൽ തന്നെ കോടതി പറഞ്ഞതും നമ്മുടെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആഘോഷിക്കപ്പെടുന്ന നീതി എന്നുള്ളത് എത്രമാത്രം ചെറിയ നീതിയാണ്? അല്ല, തീർച്ചയായിട്ടും നീതി നിഷേധത്തിന്റെ മാത്രമല്ലേ, ഇത്രയും കാലം അവർക്ക് നീതിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു തന്നെ നീതി നിഷേധമല്ലേ?
ഇനി നോക്കൂ, ഇതിന്റെ തുടക്കം മുതൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുട്ടികളെ ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കളെ ഉൾപ്പെടെ 11ഓളം പേര് ബലാത്സംഗം ചെയ്ത് കൊന്നതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതിന് ശേഷം പോലീസ് എന്താ ചെയ്തത്? ഇവരുടെ പരാതി സ്വീകരിച്ചിട്ട് മാത്രമേ ഇവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞെടുത്ത് തുടങ്ങുന്നതാണ് നീതി നിഷേധം. അവിടെ നിന്ന് തുടങ്ങി ഈ കേസിന്റെ ഒരു പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് അത് ബോംബെയിലേക്ക് മാറ്റുന്നതാണ്. അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം അഭിലാഷേ, അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ CRPCയുടെ 432 പ്രകാരം ആ ട്രയൽ നടന്ന സംസ്ഥാന സർക്കാരിനാണ് ഇതിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ളത്, അത് മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന ഒറ്റ പോയിന്റിലാണ് ഇന്ന് ഇവർ തിരിച്ച് ജയിലിലേക്ക് പോകുന്നത്. ഗുജറാത്തിലാണ് നടന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു തരത്തിലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. ഇനി ഒരു പക്ഷേ അവിടെ ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സർക്കാർ അവരെ എല്ലാം തുറന്നു വിടുമായിരുന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി എനിക്കിപ്പോഴുമുള്ള ഭയം മഹാരാഷ്ട്രയിൽ ഇന്ന് ഈ പറയുന്ന ഹിന്ദുത്വവാദികളുടെ സർക്കാർ നിലനിൽക്കുന്ന സമയമാണ്. ഇത് ഇപ്പൊ കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത് ഇനി നേരെ മഹാരാഷ്ട്ര കോടതി സർക്കാർ തീരുമാനമെടുക്കുന്ന അടുത്ത വീണ്ടും ഒരു നീതി നിഷേധത്തിനും ഒരു നിയമയുദ്ധത്തിനും തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഈ സർക്കാർ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇപ്പൊ പ്രധാനമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദിയെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഗുജറാത്ത് കേസിലുള്ള മുഴുവൻ മനുഷ്യനെ എന്താ പറയുക മനുഷ്യകുലത്തിന് എതിരായിരുന്ന ആ പ്രവൃത്തിയിലുള്ള മുഴുവൻ ആൾക്കാരെ രക്ഷിക്കുക. മായ കൊഡ്നാനിയെ രക്ഷിച്ച എങ്ങനെയാന്ന് കണ്ടില്ലേ? മായ കൊഡ്നാനിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലായിരുന്നു അവര്. ഒരു ഇത്രയും പേരെ കൊന്ന കേസിലെ പ്രതി ഇരിക്കുകയാണ്. ബാബു ബജ്രംഗി ഉൾപ്പെടെയുള്ളവർ പരസ്യമായിട്ട് പറഞ്ഞതല്ലേ. ഇനി അഭിലാഷ് BBC ഡോക്യുമെന്ററിയെ കുറിച്ച് പറഞ്ഞു. BBC ഡോക്യുമെന്ററി ഗുജറാത്ത് കലാപത്തെ കുറിച്ചായിരുന്നില്ല. ഗുജറാത്ത് കലാപത്തിൽ നിന്ന് തുടങ്ങി മുസഫർ നഗർ മുതൽ ഡൽഹി മുതൽ ഇന്നുവരെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം, ആ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം ഈ രാജ്യത്തെ എങ്ങനെയാണ് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു. നമ്മൾ ദൗർഭാഗ്യവശാൽ ആ ചർച്ച മുഴുവൻ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം എത്തിച്ചു. ആ ഗുജറാത്ത് കലാപത്തിലേക്ക് മാത്രം എത്തിച്ചു. അതല്ല, അവിടെ നിന്ന് തുടങ്ങിയ ഹിന്ദുത്വ വർഗീയവാദികളുടെ ഈ കണ്ണില്ലാത്ത ക്രൂരത, അതിനെ ബലാത്സംഗം പോലും, സ്ത്രീകളെ പോലും ഇവരുടെ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടി ഒരു ദയയുമില്ലാതെ മനസ്സാക്ഷിയില്ലാതെ നിയമവിരുദ്ധമായിട്ടും മനുഷ്യത്വരഹിതമായിട്ടും ഉപയോഗിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള ഏറ്റവും വലിയ കണ്ണു തുറപ്പിക്കുന്ന ഡോക്യുമെന്ററി ആയിരുന്നു. അവിടെ നിരന്തരമായി ഈ നടക്കുന്ന കലാപങ്ങളും നീതി നിഷേധവുമാണ് ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞത്. അതിന്റെ എല്ലാം ഏറ്റവും വലിയ മൂർത്തിയായി ആ BBC ഡോക്യുമെന്ററിയെ മുഴുവൻ 101% ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് നരേന്ദ്രമോദി. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നത്? ഇനിയും ഇത് തുടരില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മഹാരാഷ്ട്രയിലെ ഇന്നത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് പ്രാമുഖ്യമുള്ള സംസ്ഥാനത്ത് ഇനി ഇതെങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡൽഹി കലാപത്തിൽ നടന്ന അക്രമങ്ങൾക്ക് എവിടെയാണ് നീതി ഉണ്ടായിട്ടുള്ളത്? ഇവിടെ മന്ത്രിമാർ മുതൽ BJPയുടെ നേതാക്കന്മാർ മുഴുവൻ ഇന്ന് ബലാത്സംഗം ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആയുധമായിട്ട് കണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, 75ാമത് സ്വാതന്ത്ര്യ ദിനം ഈ രാജ്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ കേട്ടത് ഈ കണ്ണില്ലാത്ത ക്രൂരത ചെയ്തവരെ സമൂഹത്തിലേക്ക് തുറന്നുവിടുന്നു എന്നുള്ളതാണ്. അവരില് BJPയുടെ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്ത ചടങ്ങിൽ ഈ കുറ്റവാളികൾ അവർ വരെ പങ്കെടുക്കുന്ന സാഹചര്യം, അവർക്ക് BJP സ്വീകരണം ഒരുക്കുന്നു. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നെറുകേട് ചെയ്താലും ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? ഈ ഇന്നത്തെ കോടതി വിധി എന്ന് പറയുന്നത് വലിയ ആശ്വാസമുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയം ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളായി കോടതിയും എല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധികൾ ഉൾപ്പെടെ നമുക്കറിയാം. കോടതിയൊക്കെ ഇപ്പൊ വലിയ കാര്യങ്ങൾ പറയും, പക്ഷെ അവസാനം തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അദാനിയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഗവൺമെന്റിന് യോജിക്കുന്ന രീതിയിലേക്ക് ആ നിയമ സംവിധാനം മാറുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാരണവശാലും ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നിയമലംഘനം നടന്നതുകൊണ്ട്, കാരണം ട്രയൽ നടന്ന സ്റ്റേറ്റിനാണ് അതിനുള്ള റെമിഷനുള്ള അധികാരം എന്നുള്ളത് കൊണ്ട് അതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. BJP
നേതാക്കന്മാർ ഉൾപ്പെടെ നടത്തുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന, നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്ന കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധിയുടെ കേസ് വന്നപ്പോൾ ഞങ്ങൾ പറയുണ്ടായി, ഞങ്ങൾക്ക് ഗുജറാത്തിലെ നീതി വ്യവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, അതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ മാറിയേക്കല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ 2002 മുതൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുക? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കല്ലേ. അത് തന്നെയാണല്ലോ ഇന്നിപ്പോ ഉത്തർപ്രദേശിലേക്കും ഡൽഹിയിലേക്കും ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നതും. അതിന്റെ എല്ലാം ഒരു മരണത്തിന്റെ വ്യാപാരി എന്ന് 2002 സോണിയാഗാന്ധി പറഞ്ഞതിന്റെ എത്രമാത്രം അർത്ഥവത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ദിവസം കൂടിയാണ്. അത്തരത്തിൽ ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ കലാപങ്ങൾ അഴിച്ചുവിടാനും ഒരു മതന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് നെറുകേടിനും ഞങ്ങൾ സംരക്ഷണം കൊടുക്കും എന്നുള്ള ഒരു 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 പ്രതിലോഭ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് ഈ രാജ്യത്തിനും ഈ ലോകത്തിനും നാണക്കേടായിട്ട് മനുഷ്യകുലത്തിന്റെ ശത്രുവായിട്ട് നരേന്ദ്രമോദി നിൽക്കുക. ശരി, അതാണ് കോൺഗ്രസിന്റെ ചാർജ്. ശ്രീ അനിൽകുമാർ, നമ്മളിപ്പോൾ ഈ കോടതി വിധിയെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലൊരു കോടതി വിധി മെയ് 13, 2022 എന്ന് പറഞ്ഞാൽ അധിക കാലം മുൻപ് അല്ലാതെ ഉണ്ട്. ആ വിധി അജയ് റസ്തോഗി, വിക്രംനാഥ് ജസ്റ്റിസുമാർ എഴുതിയ ആ വിധിയിലാണ് പറഞ്ഞത് ഈ സംഭവം നടന്നത് ഗുജറാത്തിലാണ്, അതുകൊണ്ട് ഗുജറാത്ത് ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന്. നോക്കൂ, അതിനു മുൻപ് ഈ ഹർജി ആദ്യം ഈ ധനശ്യാം ഷാ എന്ന് പറയുന്ന ഈ കുറ്റവാളി ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി പറഞ്ഞത് ഇവിടെയല്ല വിചാരണ നടന്നത്, മഹാരാഷ്ട്രയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല, ഇക്കാര്യത്തിൽ ഗുജറാത്ത് ഹൈക്കോടതിക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല, ഗുജറാത്ത് ഗവൺമെന്റ് അല്ല ഇക്കാര്യം തീരുമാനിക്കേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം സുപ്രീം കോടതിയിലെത്തുന്നു. അപ്പോൾ സുപ്രീം കോടതിയിലെത്തുമ്പോൾ സുപ്രീം കോടതിയാണ് പറയുന്നത് അല്ല, ഇത് സംഭവം നടന്നത് ഗുജറാത്തിലാണ്, വിചാരണ മഹാരാഷ്ട്രയിലാണെന്നുള്ളതൊന്നും കാര്യമല്ല, അതുകൊണ്ട് ഗുജറാത്ത് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പരിഗണന നടത്തട്ടെ, ഇക്കാര്യം അവർ തീരുമാനിക്കട്ടെ എന്ന് സുപ്രീം കോടതി 2022 മെയ് 13 ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് എന്താ പറയുക, തെറ്റിദ്ധരിപ്പിച്ചെന്നോ അതല്ലെങ്കിൽ കോടതി വളരെ പോളിഷ്ഡായ ഭാഷയിൽ ഒരു കോടതി ഉത്തരവിനെ റൂൾ ഓഫ് ലോ വയലേറ്റ് ചെയ്യാനുള്ള ആയുധമാക്കി എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു ഉത്തരവ് അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരമമായ വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. മണിപ്പൂരിൽ ഇന്നും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതും ഒരു കോടതി ഉത്തരവിൻ്റെ മേലെയാണ്. മണിപ്പൂരിലെ മെയ്തികളെന്ന് വിളിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് ഗോത്രവർഗ പദവി, ആ ഗോത്ര ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായി. ആ ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കുന്നില്ല. ആ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി മണിപ്പൂർ സർക്കാർ ഇറങ്ങി. ഒരു കോടതി ഉത്തരവിൻ്റെ മേലെയാണ് മണിപ്പൂരിൽ നിന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കോടതികളെന്നൊക്കെ പറയുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് പല വിധികളും വരുന്നത്. നമ്മളെല്ലാം ബാബറി മസ്ജിദ് പൊളിക്കുന്നത്, ഞങ്ങളതേ പൊളിക്കാൻ പോവുകയാണ്. കർസേവ എന്ന് പറയുന്നത് പിക്കാസ് എടുത്തിട്ടാണ് നിൽക്കി അതുതന്നെ പ്രസംഗിച്ചതല്ലേ. അത് പൊളിഞ്ഞു വീണപ്പോൾ ജോഷിയുടെ ദേഹത്തേക്ക് ഉമാഭാരതി ചാടിക്കേറുന്ന ചിത്രങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിലില്ലേ. പക്ഷെ ഒരൊറ്റ പ്രതിയെ വെറുതെ വിടുകയാണ് ചെയ്തത്. ആരെയും ശിക്ഷിച്ചില്ല. ഏത് കോടതിക്കാണ് അറിയാൻ വയ്യാതിരുന്നത്? അയോധ്യ കേസിലെ വിധി നോക്കൂ. വിധി പ്രസ്താവിച്ചവർ പിന്നീട് പല സ്ഥാനങ്ങളിലും ഉയർത്തപ്പെട്ടു, അങ്ങോട്ടേക്ക് ഉയർത്തപ്പെട്ടു. ഇവിടെ ചില ജഡ്ജിമാരെ കുറിച്ച് പറയുമ്പോൾ ജഡ്ജിമാരെ കുറിച്ച് ഞങ്ങൾ നാട് കടത്തി മറ്റതാണ് മറിച്ചാന്നൊക്കെ പറയുമ്പോൾ BJP എങ്ങോട്ടാണ് നാട് കടത്തുന്നത്? BJP ഗവർണർ സ്ഥാനത്തേക്കും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കും നാട് കടത്തുകയാണ്. അവിടെ വിമർശനങ്ങൾ വരും. അതുകൊണ്ട് തീസ്ത സതൽവാദിൻ്റെ കേസിലൊരു സംഭവം ഉണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് തീസ്ത സതൽവാദിൻ്റെ കേസിൽ ഒരു പരാമർശം നടത്തി. കിട്ടിയ വാകെ ഉടൻ തന്നെ ഗുജറാത്ത് കേസെടുത്ത ഉടനെ അവരെ ജയിലിൽ പിടിച്ചിട്ടു. അപ്പം ചില ആളുകൾ പറയുന്നുണ്ട്, ഇന്ന് നീട്ടനാവിൽ വർത്താനം പറയുന്ന ആളുകൾ പറയുന്നുണ്ട് വ്യക്തിപരമായ കേസാണെന്ന്. തീസ്ത സതൽവാദിൻ്റെ കേസ് വന്നപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള തർക്കമാണെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയ ആളുകളൊക്കെ ഈ നാട്ടിലുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞങ്ങൾ അന്നും തീസ്ത സതൽവാദിൻ്റെ കൂടിയാണ്. ഗുജറാത്തിലെ ആക്രമിക്കപ്പെട്ട മനുഷ്യർക്കൊപ്പാണ് CPIM. കുത്തുബുദ്ദീൻ അൻസാരി തൊഴുതുകൊണ്ട് നിൽക്കുന്നൊരു കുത്തുബുദ്ദീൻ അൻസാരി ഉണ്ട്. ബംഗാളിൽ അഭയം പ്രാപിച്ച കുത്തുബുദ്ദീൻ അൻസാരി, ഗുജറാത്തിലെ വംശഹത്യക്കിരയായ മനുഷ്യർ. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഗുജറാത്തിലെ ഹൈക്കോടതി ചെയ്തൊരു പാതകം എന്താണെന്നറിയാമോ? തീസ്ത സതൽവാദിൻ്റെ ജാമ്യാപേക്ഷ 1.5 മാസം കഴിഞ്ഞ് വാദിക്കാൻ പറ്റൂ. അപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് നിങ്ങൾ 1.5 മാസം കഴിഞ്ഞ് കേട്ടോ, തൽക്കാലം ഇൻട്രി ജാമ്യം കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ഇടപെട്ടിട്ടാണ് തീസ്ത സതൽവാദ് പുറത്തേക്ക് പോയത്. കോടതികളും ഇവിടെ ഇപ്രകാരം ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് വിധേയമാക്കപ്പെടുന്നു. കോടതികൾ റാഞ്ചപ്പെടുന്നു.
ഇത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? സംഘപരിവാർ ഇന്ത്യ ഭരിക്കുമ്പോൾ, ഫാസിസ്റ്റുകൾ ഇന്ത്യ ഭരിക്കുമ്പോൾ കോടതികൾ റാഞ്ചപ്പെടുന്നുണ്ട്. നമുക്കെന്താ സംശയം? റഫേൽ ആയുധ ഇടപാട്, അപ്പോൾ എന്താ സുരക്ഷയുടെ ഒരു കവചം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ സെബിയുടെ അന്വേഷണത്തിലങ്ങ് വിശ്വസിച്ച് കളയുകയാണ്. എന്നിട്ട് നിങ്ങൾക്കിനി അന്വേഷിക്കാം, അദാനിക്കെതിരായിട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് കൊടുത്തതിനെക്കുറിച്ച് ഇന്ത്യയിലൊരു അന്വേഷണമാകാം. ഇതാണ് നമ്മുടെ നാട്ടിലെ കോടതികളുടെ അവസ്ഥ. ഇവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് രാമരാജ്യമാണോ? നിങ്ങൾ രാമൻ്റെ അമ്പലം ഉണ്ടാക്കിക്കൊണ്ട് രാമരാജ്യം ഉണ്ടാക്കാൻ പോവാണല്ലേ? നീതിബോധം, മര്യാദാ പുരുഷോത്തമനായ രാമൻ, മഹാത്മാഗാന്ധിയുടെ രാമൻ, ആ രാമൻ്റെ രാജ്യമാണോ അതോ ഏത് രാജ്യമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? മോദിയുടെ രാജ്യം? ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യത്തിന് ബി.ജെ.പിയുടെ പ്രതിനിധി ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം ബി.ജെ.പി അല്ല, പക്ഷേ ബി.ജെ.പിക്ക് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരേ ഒരു വ്യക്തിയെ ഇന്ത്യയിലുള്ളൂ, നരേന്ദ്രമോദി. വേണ്ട, ബഹുമാനപ്പെട്ട ഷാബു പ്രസാദിനോട് എൻ്റെ ചോദ്യം, ഈ കേസ് ഗുജറാത്തിൽ വിചാരണ ചെയ്യപ്പെടാതിരുന്നതിൽ നരേന്ദ്രമോദിക്ക് കുറ്റബോധമുണ്ടോ? ബിർക്കിസ് ബാനു കേസ് ഗുജറാത്തിൽ വിചാരണ ചെയ്യപ്പെടാതിരുന്നതിൽ നരേന്ദ്രമോദിക്ക് കുറ്റബോധമുണ്ടോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ബെസ്റ്റ് ബേക്കറി കേസടക്കമുള്ള കേസുകളിൽ യഥാസമയം നീതി കൊടുക്കാൻ കഴിയാതെ വന്നതിൽ നരേന്ദ്രമോദിക്ക് കുറ്റബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ശേഷം താൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാതിരുന്നൊരു നീതി, ആ നീതി കൊടുക്കാൻ പ്രധാനമന്ത്രിക്ക് ബാധ്യതയില്ലായിരുന്നോ? ആ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഇത്ര ഒരു നിലപാട് സ്വീകരിച്ചു. എന്നിട്ട് ജഡ്ജിമാർക്കെല്ലാം നല്ല ജസ്റ്റിസ് ലോയയുടെ അനുഭവം നമുക്കറിയാമല്ലോ. അമിത്ഷയുടെ കേസ് കേട്ടാൽ പൊള്ളിപ്പോകുമല്ലോ, ജീവൻ പോകുമല്ലോ. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഫാസിസം അതിൻ്റെ എല്ലാ കരുത്തോടും കൂടി പ്രകടനപരത നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി ഒരു താൽക്കാലികമായൊരു വിധി പറഞ്ഞു എന്നുള്ള വസ്തുതയാണ്. ആ വിധി കൊണ്ട് സമാശ്വാസമാകുന്നില്ല. സമാശ്വാസമാകണമെങ്കിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും സർക്കാർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം. അതിന് ഇന്ത്യൻ ജനതയുടെ കണ്ണു തുറപ്പിക്കുന്ന വിധി അതാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, തെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയിട്ട് ചർച്ചയിലേക്ക്. ശ്രീ കെ ജെ ജേക്കബ്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ വിധി എന്ത് പ്രതിഫലനം ഈ രാജ്യത്തുണ്ടാക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നു? ഇപ്പോൾ നമുക്കറിയാം, ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ പ്രതികളുടെ മോചനവും മറ്റുമൊക്കെ ഉണ്ടായത്. അതവിടെ രാഷ്ട്രീയമായി ആഘോഷിക്കപ്പെട്ടിരുന്നു ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ ഇവർ ജയിലിലാണ്. നമുക്കറിയാം, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2013 റോയിട്ടേഴ്സിനൊരു അഭിമുഖം കൊടുത്തപ്പോഴാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അവസാനമായി നേരിട്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ പട്ടിക്കുട്ടികൾ കാറ് നമ്മൾ ഓടിച്ചു പോകുമ്പോൾ ടയറിനിടയിൽ കുടുങ്ങിയാൽ കുറച്ച് വിഷമം ഉണ്ടാവുമല്ലോ, അതുപോലുള്ള വിഷമം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അടുത്ത 4 മാസത്തിനുള്ളിൽ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ വിധിയോ ജസ്റ്റിസ് നാഗരത്ന നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളോ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അഭിലാഷ്, എനിക്കതിനകത്ത് പോസിറ്റീവായിട്ടൊരു തോന്നലില്ല. കാരണം ഗുജറാത്തിൽ എന്താണ് നടന്നത് എന്നറിയാതെയല്ല ശ്രീ നരേന്ദ്രമോദി ഇന്ത്യക്കാരെ പ്രധാനമന്ത്രിയാക്കി തിരഞ്ഞെടുത്തത്. അതിനുശേഷവും അദ്ദേഹം ചെയ്തതിൽ, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നതിനെപ്പോൾ ചെയ്തതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രധാനമന്ത്രിയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടതും വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു വിധിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കേസല്ല ഇത്, എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ മാത്രമാണ് നമുക്കൊരു പ്രതീക്ഷയുള്ളത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോടതികളിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതികൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതാത് സമയത്തെ രാഷ്ട്രീയം കൂടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഭരണഘടന ഇപ്പോൾ നോക്കൂ, ജമ്മു കാശ്മീർ കേസിൽ നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ പറയുന്ന ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളിലെ ഒരു യൂണിയനാണ് എന്നുള്ളത് സംസ്ഥാനത്തെ യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയ ഒരു കേസ് അഡ്രസ്സ് ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയാണ്. ഞങ്ങൾക്കിത് ഇപ്പോഴല്ല പരിഗണിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടിൻ്റെ പൊളിറ്റി ഒരു വിധത്തിലായിരിക്കുകയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുകയും ചെയ്താൽ
ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കോടതികളിൽ മാത്രമായി നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റില്ല. നാടിൻ്റെ പോളിറ്റിയെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന രാജു പി നായരും അനിൽകുമാറും അടക്കമുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുന്നണിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയും ഈ നാട്ടുകാരോട് പറയേണ്ടത്. അവരാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. അതായത് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യം മുൻപോട്ട് പോകേണ്ടതുണ്ടോ, ആ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം നാട്ടുകാരോട് ചോദിക്കാൻ, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചോദിക്കാൻ നമുക്ക് പറ്റേണ്ടിയിരിക്കുന്നു. അതിനു പകരം ഞങ്ങൾ ക്ഷേത്രം പണിതില്ലേ എന്നുള്ളൊരു ചോദ്യം വരുമ്പം ക്ഷേത്രം നിങ്ങൾ പണിതോളൂ, പക്ഷേ ഞങ്ങളുടെ പ്രശ്നം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്, നീതി നിഷേധത്തിൻ്റെ പ്രശ്നമാണ്, പിന്നെ അതിക്രൂരമായ ക്രിമിനലുകൾക്ക് വേണ്ടി സർക്കാർ ചൂട്ടുപിടിക്കുന്നത് പ്രശ്നമാണ് എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവരാണ് പറയേണ്ടത്. അതല്ല, അങ്ങനെ നമുക്കത് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതായത് ഒരൊറ്റ പ്രശ്നമല്ല, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നമ്മൾ ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി തുടരുന്നതിൽ ഇന്നിപ്പോൾ ജസ്റ്റിസ് നാഗരത്നയുടെ വിധി ആവർത്തിച്ച് പറയുന്നത് റൂൾ ഓഫ് ലോയെക്കുറിച്ചാണ്. റൂൾ ഓഫ് ലോ നിലവിലുള്ള ഒരു രാജ്യമായി തുടരുന്ന കാര്യത്തിൽ നിങ്ങൾക്കെന്താണ് അഭിപ്രായം? ആ അഭിപ്രായത്തിലേക്ക് മനുഷ്യരുടെ ചോദ്യം ചോദിക്കാൻ രാമക്ഷേത്രം ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ അവിടെ നിൽക്കുന്നു. ആ വേണോ വേണ്ടോ എന്നുള്ളതല്ല ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളുടെ ചോദ്യം റൂൾ ഓഫ് ലോ വേണമെന്നുള്ളതാണോ? ഞങ്ങളുടെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്നുള്ളതാണോ? ഞങ്ങളുടെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വേണം? ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ആ ചോദ്യം ചോദിക്കാൻ പറ്റിയാൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നം. അതാണ് ക്ഷേത്രം പണിയിലും അമ്പലം പണിയിലും അല്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഫ്രെയിം ചെയ്യാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഉത്തരം. തീർച്ചയായും. എന്തായാലും ഈ ദിവസം അവസാനിക്കുമ്പോൾ നീതി, അതൊരു ചെറിയ കണികയാണെങ്കിൽ പോലും നീതിബോധമുള്ള മനുഷ്യർക്ക് അതൊരു ആശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ വളരെ നന്ദി. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ KJ ജേക്കബ്, ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് K അനിൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.